DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി അധികാരമേറ്റ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിയമസഭയിൽ അവതരിപ്പിച്ചു. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയ ഒട്ടുമിക്ക പദ്ധതികളും നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കാൻ ധവളപത്രം പുറപ്പെടുവിക്കും. മാനുഷികയിലൂന്നിയ സമീപനമാവും സർക്കാരിനുണ്ടാകുകയെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ വീതം നൽകും. യുവ സംരംഭകർക്കായി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ തുടങ്ങിയ UDF മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്കിനി ആർത്തവാവധി ലഭിക്കും. 3 ദിവസം വരെ അവധി നൽകും. പുതിയ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്തെ സ്ത്രീകൾക്കാണ് ഇനി ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുവിടങ്ങളെയും കൂടുതൽ സ്ത്രീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവ അവധി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ആർത്തവ അവധിയെടുക്കുന്ന കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം പോകാതിരിക്കാൻ വാരാന്ത്യങ്ങളിൽ പ്രത്യേക ക്യാച്ചപ്പ് ക്ലാസുകൾ ഉറപ്പാക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി ഉറപ്പാക്കുമെന്നും ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 50-ൽ കൂടുതൽ സ്ത്രീ ജീവനക്കാരുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഡേ കെയർ സെന്ററുകളും ക്രഷുകളും നിർബന്ധമാക്കും. സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര സ്ഥിരമായ അവകാശമാക്കി മാറ്റുകയും കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായമായി പ്രതിമാസം 1000 രൂപ വീതം നൽകുകയും ചെയ്യുമെന്നും നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി UDF സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം എന്ന കണക്കിൽ കവറേജ് നൽകും. തിരഞ്ഞെടുപ്പ് കാലത്ത് UDF ഉയർത്തിക്കാട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ പദ്ധതിയായിരുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ കാരുണ്യ. ആ കാരുണ്യത്തിന്റെ സ്മരണകളെ വീണ്ടും ഉണർത്തിക്കൊണ്ടാണ് UDF പുതിയ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചത്. വോട്ടർമാർക്കിടയിൽ ഇത് വലിയ ചർച്ചയായിരുന്നു. സാധാരണക്കാരുടെ ചികിത്സാ ചിലവുകൾക്ക് ഈ പദ്ധതി വലിയൊരു ആശ്വാസമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യവർഗത്തെയും ദരിദ്രരെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നത്തെ കാലത്തെ ഭീമമായ ചികിത്സാ ചിലവുകൾ. അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരു ക്യാൻസറോ ഹൃദ്രോഗമോ വാഹന അപകടമോ മതി ഒരിടത്തരം കുടുംബത്തിന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഇല്ലാതാക്കാൻ. നിലവിലുള്ള പല സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കോ ദീർഘകാല ചികിത്സകൾക്കോ പൂർണ്ണമായും പര്യാപ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കിയാണ് പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളിലെ വില കൂടിയ പരിശോധനകളും ICU സൗകര്യങ്ങളും ക്യാൻസർ ചികിത്സയും ഉൾപ്പെടെ ഈ ഒരൊറ്റ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടില്ല എന്ന ഉറപ്പു നൽകുന്ന ജീവൻ രക്ഷാ കവചമായി ഈ പദ്ധതി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് സർക്കാർ കോടിക്കണക്കിന് രൂപ പ്രീമിയം ഇനത്തിൽ കൃത്യമായി അടയ്ക്കേണ്ടതുണ്ട്. പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപനത്തിൽ പറയുന്നില്ല. എന്നു മുതൽ നടപ്പിലാക്കുമെന്നും വ്യക്തമല്ല. കാരുണ്യ പദ്ധതി പരിഷ്കരിച്ച് നടപ്പിലാക്കുകയാണോ അതോ മറ്റ് സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളെ സംയോജിപ്പിച്ചാണോ നടപ്പിലാക്കുക എന്നുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിലെ വ്യക്തമാകൂ. തിരഞ്ഞെടുപ്പ് വാഗ്ദാനം അനുസരിച്ച് സാമ്പത്തിക ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പദ്ധതിയാകുമോ അല്ലയോ എന്നുള്ളത് വരും ദിനങ്ങളിലെ വ്യക്തമാകൂ. നിലവിൽ മാസം 2000 രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ 3000 രൂപ ആക്കുമെന്നും നയപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റയടിക്ക് 3000 രൂപ ആകുമോ അതോ ഘട്ടം ഘട്ടമായാണോ നടപ്പിലാക്കുക എന്നത് ജൂൺ മാസത്തിൽ UDF സർക്കാർ അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിൽ വ്യക്തമാകും. ഏതായാലും വരും ദിവസങ്ങളിൽ പുതിയ UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ജനക്ഷേമകരമായ ഒട്ടേറെ നടപടികൾ വരുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഓരോ പുതിയ പദ്ധതികളുടെയും വിശദ വിവരങ്ങൾ അവ നടപ്പിലാക്കുന്ന മുറയ്ക്ക് ചാനൽ വഴി കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.